ലോക ഫുട്ബോളിലെ ഏറ്റവും സ്വാധീനശാലിയായ ക്ലബ്ബ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഫ്ലോറന്റീനോ പെരസ് ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എൻറിക്കെ റിക്കോൾമിയെ പരാജയപ്പെടുത്തിയാണ് പെരസ് പുതിയ കാലാവധിയും സ്വന്തമാക്കിയത്. ഈ വിജയത്തോടെ 2030 വരെ അദ്ദേഹം റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റായി തുടരും. 2000 ജൂലൈ 16 ഫ്ലോറന്റീനോ പെരസ് ആദ്യമായി റയലിന്റെ പ്രസിഡന്റ് ആകുന്നത്. അന്നത്തെ പ്രസിഡന്റായ ലറൻസോ സാൻസിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. 2006 വരെ ആദ്യഘട്ടത്തിൽ ക്ലബിനെ നയിച്ച ശേഷം പിന്നീട് രാജിവെച്ച് അദ്ദേഹം 2009 ജൂൺ 1 വീണ്ടും പ്രസിഡന്റായി തിരിച്ചെത്തി. അതിനുശേഷം ഇന്ന് വരെ റയലിന്റെ വളർച്ചയും വിജയങ്ങളും പെരസിന്റെ നേതൃത്വത്തിലൂടെയാണ് കടന്നുപോയത്. ഫുട്ബോൾ ലോകത്ത് കാലറ്റിക്കോസ് യുഗം സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് ഫ്ലോറന്റീനോ പെരസ്. ലൂയിസ് ഫിഗോ, സിനദിൻ സിദാൻ, റൊണാൾഡോ നസാരിയോ, ഡേവിഡ് ബെക്കാൻ, പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസമ, ഗാരത്ത് ബെയ്ൽ, ടോണി ക്രൂസ് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ താരങ്ങളെ റയൽ മാഡ്രിഡിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ പദ്ധതികളുടെ ഭാഗമായിരുന്നു. പെരസിന്റെ നേതൃത്വത്തിൽ റയൽ മാഡ്രിഡ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കാലഘട്ടത്തിലൊന്ന് അനുഭവിച്ചു. 7 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 7 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടങ്ങൾ, 6 യുവേഫ സൂപ്പർ കപ്പുകൾ, 7 ലാലിഗ കിരീടങ്ങൾ, 3 കോപ്പ ഡെൽട്ര കിരീടങ്ങൾ, 7 സ്പാനിഷ് സൂപ്പർ കപ്പുകൾ എന്നിങ്ങനെ അനവധി നേട്ടങ്ങളാണ് യൂറോപ്യൻ ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന്റെ ആധിപത്യം ഉറപ്പാക്കാൻ പെരസിന് നിർണായക പങ്കുവഹിച്ചത്. മാത്രമല്ല, സാമ്പത്തികമായി റയൽ മാഡ്രിഡിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പോർട്സ് സ്ഥാപനങ്ങളിലൊന്നാക്കി മാറ്റിയതും അദ്ദേഹം തന്നെയാണ്. ആധുനിക സൗകര്യങ്ങളോടെ സാന്റിയാഗോ ബെർണാബു സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം, അതുപോലെ തന്നെ വാൾഡബബാസിലെ ലോകോത്തര പരിശീലന കേന്ദ്രമായ റയൽ മാഡ്രിഡ് സിറ്റി എന്നിവയും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന നേട്ടങ്ങളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ സ്പോർട്സ് ക്ലബ്ബുകളിലൊന്നായി റയൽ മാഡ്രിഡ് മാറിയതിൽ പെരസിന്റെ ദീർഘവീക്ഷണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെടുന്ന ഫ്ലോറന്റീനോ പെരസ് പുതിയ കാലാവധിയിലൂടെ റയൽ മാഡ്രിഡിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാഡ്രിഡ് ആരാധകർ. 25 വർഷങ്ങളോളമായി ക്ലബിന്റെ വളർച്ചയുടെ മുഖമായി നിലകൊള്ളുന്ന ഈ സ്പാനിഷ് വ്യവസായി ഇനി 2030 വരെയും ലോസ് ബ്ലാങ്കോസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന വ്യക്തിയായിരിക്കും.